മതസങ്കല്പങ്ങളിലുള്ള ആത്മീയത, അതെല്ലാം മാറ്റി അതിന് പകരം അവർ മനഃശാസ്ത്രം എന്നുള്ളൊരു ശാസ്ത്രശാഖ തന്നെ ആരംഭിക്കുകയാണ്, സൈക്കോളജി എന്ന പേരിൽ. അതിലൂടെ മനുഷ്യൻ്റെ കാണാൻ കഴിയാത്ത മനസ്സിൻ്റെ ലോകം, അതായത് റൂഹ്, അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊന്നും മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്തതാണ്. പക്ഷെ അതെല്ലാം കാണാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ ലോകത്തെ അത് കാണാൻ കഴിയുന്ന ഒരു ലോകമായിട്ട് വ്യാഖ്യാനിച്ച് അതിനെ കാണുന്ന രൂപത്തിലുള്ള ഒരു പരിഹാരമാണ് അവർ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം അതിൻ്റെ ഫലമായിട്ട് നിരവധി അശാന്തിയും ആത്മഹത്യയും എല്ലാം ലോകത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം തോന്നി അല്ലെങ്കിൽ ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അത് നമ്മുടെ ആത്മാവുമായിട്ട് അല്ലെങ്കിൽ ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധമില്ല, മറിച്ച് അതെല്ലാം കേവലം മസ്തിഷ്കത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലം, സീറോട്ടോണിനും ഡോപ്പമിൻ്റെ എല്ലാം ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റബോധമെല്ലാം ഉണ്ടാകുന്നത്. ഇതാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിക്ഷേപിച്ച ഒരു സിഗ്നലാണ് ഈ കുറ്റബോധം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗബാധിതനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശരീരം ചില സിഗ്നൽ അയക്കാറുണ്ട്. അപ്പോൾ അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് വേദന വരുന്നത്. അതായത് വേദന എന്നുള്ളതൊരു ലോക ലക്ഷണമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അവർ വേദന, അതായത് തലച്ചോറ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷയായിട്ടാണ് വേദനയെ അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഇതേ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ലക്ഷണമാണ് വേദന. അതേ രൂപത്തിൽ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗത്തെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ആത്മാവിൻ്റെ രോഗലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള കുറ്റബോധമൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറ്റബോധം ഇന്നത്തെ മോഡേൺ സൈക്കോളജി, ആധുനിക ഈ മനഃശാസ്ത്രത്തിൽ അതിനെല്ലാം ഒരു രോഗമായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഒരാൾ മദ്യപാനിയായിട്ടുള്ള അയാൾക്ക് വല്ലാത്തൊരു കുറ്റബോധം വന്ന് അയാൾ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ആ കുറ്റബോധത്തെ ഒരു രോഗമായിട്ട് കണ്ട് അതിന് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളാണ് അവർ നൽകുന്നത്, അല്ലെങ്കിൽ ചില മരുന്ന് നൽകിയിട്ടാണ് അതിനെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് ഈ വിഷയത്തിലേക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ആദ്യത്തെ 2 വചനങ്ങൾ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ തന്നെയാണ് സത്യം, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം പറയുന്നു. അപ്പോൾ യൗമുൽ ഖിയാമ അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തെളിവായിട്ട് തന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് നഫ്സുൽ ലവ്വാമയാണ്. അതായത് യൗമുൽ ഖിയാമയും നഫ്സുൽ ലവ്വാമയും തമ്മിലുള്ള ഒരു കണക്ഷൻ, അഭേദ്യമായിട്ടൊരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തുന്ന മനസ്സ് അല്ലെങ്കിൽ കുറ്റബോധം എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കുറ്റബോധം വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിൽ വെച്ചിട്ടുള്ള ഒരു അലാറമാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റബോധം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ആ ബിൽഡിങ്ങിന് ഒരു തീ വന്നാൽ, ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തീ ബാധിച്ചാൽ ഉടനെ അലാറം അടിയും. അപ്പോൾ അലാറം അടിയുന്നത് വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തീ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു അലാറം കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മുൻകരുതൽ കൈകൊള്ളും. അതിനു വേണ്ട മുൻകരുതൽ കൈയെടുത്ത് നമ്മൾ ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ തീ കാണണമെന്നില്ല. അപ്പം അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു അലാറമാണ് ഈ കുറ്റബോധം എന്നുള്ളത്. അത് നമ്മൾ നിരന്തരം അവഗണിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അതായത് നമ്മുടെ ഫ്ലാറ്റിൽ ഒരു തീ ഉണ്ടായിട്ട് ആ ഫ്ലാറ്റിലെ അലാറത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തീയിൽ അകപ്പെടും. അതേ രൂപത്തിൽ, അത് ഏത് രൂപത്തിലാണ്, അതേ രൂപത്തിൽ മനുഷ്യൻ്റെ മനസ്സിലെ ഫിത്രയിലുണ്ടാക്കി ഈ കുറ്റബോധത്തെ നിരന്തരം നമ്മൾ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളും ക്രമേണ തീയിലകപ്പെടും. ആ തീ എന്നുള്ളത് ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തീയാണ്. അതുകൊണ്ടാണ് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അതിൻ്റെ ഫലം നമ്മൾ ഉടൻ കാണുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന. അപ്പോൾ അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് യൗമുൽ ഖിയാമക്കുള്ള തെളിവ് തന്നെയാണ് യൗമുൻ നഫ്സുൽ ലവ്വാമ. എൻ്റെ മനസ്സിൻ്റെ ഈ കുറ്റബോധം തന്നെ ഖിയാമത്ത് നാളുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്
ആ രൂപത്തിലാണ്, നന്മ ചെയ്യാനുള്ളൊരു ത്വരയോടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അതേസമയം പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ചൊറിച്ചിലുണ്ടാകും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായിട്ടുള്ള ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തെ വിശദീകരിച്ചത്, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന എന്താണോ അതാണ് പാപം. വളരെ മനോഹരമായിട്ടുള്ളൊരു നിർവചനമാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ ഏതെങ്കിലും ഒരു പുറത്തൊരു പണ്ഡിതൻ്റെ അടുത്ത് പോകേണ്ട, മറിച്ച് എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ 90% സന്ദർഭത്തിലും എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു തരും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ആ ഒരു എൻ്റെ മനസ്സിൻ്റെ ബോധത്തെ ഞാൻ മറികടക്കുമ്പോൾ അടിയുന്ന അലാറമാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റബോധം എന്നുള്ളത്. അതിനെ നിരന്തരം ഞാൻ അവഗണിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്ലാറ്റിൽ അലാറം എന്ന സന്ദർഭത്തിൽ അതിനെ അവഗണിച്ച് അവിടെ ഇരിക്കുന്ന ഒരാളെ പോലെ നിരന്തരം ഈ കുറ്റബോധത്തെ അവഗണിക്കുന്നതോടുകൂടെ പിന്നീട് ഒരു വലിയ ശിക്ഷയിൽ ഞാൻ അകപ്പെടും. അത് ഖിയാമത്ത് നാളിൽ എനിക്കൊരു ശിക്ഷയിൽ അകപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെയും കുറ്റബോധത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ കുറ്റബോധം തന്നെയാണ് ഖിയാമത്തുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. പക്ഷെ അതേസമയം ഇന്നത്തെ ഒരു ആധുനിക മനഃശാസ്ത്രം എന്നുള്ളത് അവർ അതിനെ സംബന്ധിച്ച് പറയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ അവർ നിഷേധിക്കുകയാണ്. ആത്മാവ് എന്നുള്ള ഒന്നില്ല, മറിച്ച് ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലം മാത്രമാണെന്ന് അവർ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ കാണുന്ന രൂപത്തിലുള്ള നിരവധി മരുന്നുകളും അതിന് പരിഹാരമായിട്ട് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാണുന്ന ലോകത്തെയും കാണാത്ത ലോകത്തെയും അതിനെ ഒരു ബാലൻസിലൂടെ സമീപിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്നുള്ളത് മനോഹരമായിട്ടുള്ള നമ്മുടെ മതമാണ്. അതിലൊരു കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് നൽകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നമ്മൾ കാണാത്തൊരു ലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്ക് നോക്കി കാണുന്നത് ദുനിയാവിലൂടെയാണെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വിഭാഗം, പ്രാഥമികമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം, അപ്പോൾ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചു. അതായത് ഈ ലോകം എന്നുള്ളത് ആസ്വദിക്കാൻ വകയില്ലാത്തത് ഈ ശിക്ഷയുടെ ഭാഗമാണ് ഈ ലോകമെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. അതേസമയം പ്രൊട്ടസ്റ്റന്റുകാരായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അതിനെ നേർവിരുദ്ധമായിട്ട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നൊരവസ്ഥ. ഈ ലോകം എത്ര വെട്ടിപ്പിടിക്കുന്ന അത്രയും നല്ലവനാണ് നീ, അത്രയും ദൈവം നിന്നിൽ സംതൃപ്തനാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ രണ്ട് രൂപത്തിലാണ് അവർ കാണുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ മതത്തിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്, കാണുന്ന ലോകത്തിലൂടെ കാണാത്ത ലോകത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നാളെ ആഖിറത്തിന് വേണ്ടി ഫലം നേടാനുള്ള ഒരു കൃഷിയിടമായിട്ടാണ് നമുക്ക് ഈ ദുനിയാവിനെ മറന്നുകൊണ്ട് ഒരാൾക്കും ആഖിറം നേടുക സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്.